ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് സോയാബീനും മുട്ടയും വെച്ച നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അപ്പത്തിനും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അത് ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം നമുക്ക്. പിന്നെ എനിക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കല്ലുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂട്ടിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിതിൽ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഇതിൽ കുറവാക്കുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ ഒന്ന് കുറവാക്കിയാലും മതി. സോയാബീൻ ഇട്ട് നല്ലവണ്ണം അതിപ്പോൾ തിളച്ച് വന്നിട്ട് തിളച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഈ തിളപ്പിക്കുമ്പോൾ നമ്മുടെ സോയാബീൻ്റെ ഒരു ചുവ ഉണ്ടാവുമല്ലോ, അത് ചിലവർക്ക് അത്ര വല്ലാത്ത ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ചുവയൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. ഇതപ്പോൾ കുറച്ച് നേരം തിളപ്പിക്കുമ്പോഴേക്കും തന്നെ നല്ലവണ്ണം സോയാബീനൊക്കെ വെറുത്ത് വന്ന് നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. സാധാ വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലവണ്ണം കുതിർന്ന് വരും. ഞാനിപ്പോൾ ഇതിൻ്റെ ചുവയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തിളപ്പിച്ച സോയാബീൻ ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം മുഴുവൻ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതാ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഒരുപാട് അരഞ്ഞെടുക്കണ്ട കേട്ടോ, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതപ്പോൾ ഞാൻ പൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് ഞാനതൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് 1 കൂട് വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇടികല്ലിലിട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരും. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 പീസ് ഇഞ്ചി, അത് ഞാൻ ഇടികല്ലിലിട്ടിട്ട് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇടരുത് കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് 2 വലിയ ഉള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതും നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല, എന്നാലും നല്ലവണ്ണം ഒന്ന് വഴന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അത് ഉള്ളി നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 തക്കാളിയാണ് കേട്ടോ. തക്കാളി എടുത്ത് ഇനി തക്കാളി ഒന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അത് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് സോഫ്റ്റായി തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതിലേക്കൊരു 1/4 ഭാഗം, 1 ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ഒരുപാട് വെന്ത് ഉടയണ്ട കേട്ടോ. അത് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് പിന്നെ എനിക്ക് കുറച്ച് പൊടികളിടണം. അത് ഞാൻ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രഷായി പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ചിക്കൻ ക്യൂബോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇടാം കേട്ടോ. അതിൽ ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സോയാബീൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിടുക. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാല ഒന്ന് വെന്ത് ഒന്ന് എണ്ണ ഒന്ന് തെളിയണം കേട്ടോ. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതാ ക്രഷ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഇതിൻ്റെ ഒന്ന് എണ്ണയൊക്കെ
തെളിഞ്ഞ് വരണം. വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം വറ്റിയെടുക്കണം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉപയോഗിക്കാൻ വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് കൂടുതൽ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഞാനതിലേക്ക് 1 സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പുളിപ്പില്ലാത്ത തൈരാണ്. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഞാനിത് ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രം മതി ചോറിന് കഴിക്കാൻ. ഇനി അതവിടെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 3 മുട്ട എടുക്കുക. അതിന് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട നല്ലവണ്ണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതൊന്ന് കുത്തി പൊടിച്ച് ഉടച്ചെടുക്കുക. ഇപ്പോൾ അത് മുട്ടയൊക്കെ നല്ലവണ്ണം ചിക്കിയതിന് ശേഷം നമ്മുടെ ഇപ്പോൾ സോയാബീനൊക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷം മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതേപോലെ ഒന്നും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റായിരുന്നു. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ഒക്കത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നല്ല കിടിലൻ കോമ്പിനേഷനാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ചെറുനാരങ്ങ പുളിപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിച്ചത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് തക്കാളിയുടെ പുളിപ്പ് മാത്രം മതി. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ.